നമസ്കാരം വിദ്യാർത്ഥികളെ. ഈ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഓക്സി അസിറ്റനൽ വെൽഡിംഗ് OAW പ്രോസസ് ഉപയോഗിച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ 3G2mm കട്ടിയുള്ള MS ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനെ കുറിച്ചാണ്. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. 150 mm നീളവും 50 mm വീതിയും 2 mm കനവും അനുസരിച്ച് 2 MS ഷീറ്റ് തയ്യാറാക്കുക. ഒരു റൂട്ട് ഗ്യാപ്പോട് കൂടി വെർട്ടിക്കൽ പൊസിഷനിൽ ജോബ് സെറ്റ് ചെയ്യുക. അപ്വാർഡ് മെത്തേഡിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ജോബ് വെൽഡ് ചെയ്യുക. എന്തെങ്കിലും സർഫസ് ഡിഫൻസുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ 2 mm കട്ടിയുള്ള MS ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റ് ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങളെ കുറിച്ച് നോക്കാം. സ്റ്റീൽ റൂളർ, സെന്റർ പഞ്ച്, ബോൾ പീൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ഫിറ്റിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, സുരക്ഷാ വസ്ത്രങ്ങൾ, കയ്യുറകൾ, PP കിറ്റ്, നോസിൽ നമ്പർ 5, ടോങ്സ്, CCMS ഫില്ലർ റോഡ് 1.6 mm, OAW സെറ്റപ്പ്, സിലിണ്ടർ കീ, ടിപ്പ് ക്ലീനർ, സ്പാർക്ക് ലൈറ്റർ, ഗ്യാസ് വെൽഡിംഗ് ഗോഗിൾസ്. നമുക്കിപ്പോൾ ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ 3G 2 mm കട്ടിയുള്ള OAW പ്രോസസ് ഉപയോഗിച്ച് ഒരു MS ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനുള്ള പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകളെ കുറിച്ച് നോക്കാം. അളവുകൾ അനുസരിച്ച് 150 mm നീളവും 50 mm വീതിയും 2 mm കനവുമുള്ള 2 ഷീറ്റുകൾ മുറിക്കുക. MS ഷീറ്റിന്റെ അരികുകൾ ഫയൽ ചെയ്ത് ചതുരാകൃതി പരിശോധിക്കുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് സർഫസ് വൃത്തിയാക്കുക. ഓക്സിജന്റെയും അസറ്റലിന്റെയും ഗ്യാസ് പ്രഷർ 0.15 kg/cm സ്ക്വയർ ആക്കി സെറ്റ് ചെയ്യുക. വെൽഡിംഗ് ടോർച്ചിൽ നോസിൽ നമ്പർ 5 ഫിക്സ് ചെയ്യുക. ടോർച്ച് ജ്വലിപ്പിക്കുക. ന്യൂട്രൽ ഫ്ലെയിം ആക്കി സെറ്റ് ചെയ്യുക. ഒന്നേ 1.6 mm ഡയമീറ്റർ ഉള്ള ഒരു CCMS ഫില്ലർ റോഡ് സെലക്ട് ചെയ്യുക. ഒരു 1.5 mm റൂട്ട് ഗ്യാപ്പോട് കൂടി പ്ലേറ്റിനെ ഒരു സ്ക്വയർ ബട്ട് ജോയിന്റ് ആയി വെൽഡിംഗ് ടേബിളിൽ സെറ്റ് ചെയ്യുക. മധ്യഭാഗത്തും രണ്ടറ്റത്തും ഒരു 1.5 mm യൂണിഫോം റൂട്ട് ഗ്യാപ്പോട് കൂടി 2 പീസുകളെ ടാക്ക് വെൽഡ് ചെയ്യുക. അലൈൻമെന്റ് കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ ടാക്ക് വെൽഡ് ഷീറ്റുകൾ പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് വെർട്ടിക്കൽ പൊസിഷനിൽ OAW പ്രോസസ് ഉപയോഗിച്ച് 2 mm കട്ടിയുള്ള MS ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനുള്ള വെൽഡിംഗ് നടപടിക്രമങ്ങളെ കുറിച്ച് നോക്കാം. വെൽഡിംഗ് പൊസിഷനിൽ വെർട്ടിക്കലായി ടാക്ക് വെൽഡ് ചെയ്ത ജോബിനെ ഫിക്സ് ചെയ്യുക. ഷീറ്റിന്റെ താഴത്തെ അരികുകൾ വെൽഡറിന്റെ ചെസ്റ്റ് ലെവലിൽ നിർത്തണം. ടാക്ക് വെൽഡ് ഉരുകുകയും ജോയിന്റിന്റെ താഴത്തെ അറ്റത്ത്
ഒരു വെൽഡ് ബോൾ സ്ഥാപിക്കുകയും വേണം. മുപ്പത് മുതൽ 40 ഡിഗ്രി വരെ ഒരു ഫില്ലർ റോഡ് ആംഗിളും ട്രാവൽ ലൈനിലേക്ക് 75 മുതൽ 80 ഡിഗ്രി വരെയുള്ള ഒരു ഗ്ലോ പൈപ്പ് ആംഗിളും നിലനിർത്തിക്കൊണ്ട് മുകളിലേക്ക് വെൽഡിംഗ് തുടരുക. ഒറ്റ റണ്ണിൽ തന്നെ മോൾട്ടൻ പോളിൽ ഫില്ലർ റോഡിന്റെ ടിപ്പ് തുടർച്ചയായി മുക്കി മുകളിലേക്ക് നീക്കുക. ഒരൊറ്റ റണ്ണിൽ തന്നെ ജോയിന്റ് വെൽഡ് ചെയ്യുക. സ്ക്വയർ ഗ്രൂവിന്റെ അടിയിലേക്ക് ടോർച്ച് നീക്കുക. ഒരു വെൽഡ് പാഡിൽ സ്ഥാപിക്കുക. നിങ്ങൾ കീ ഹോൾ കാണുന്നതുവരെ പടിൽ ഡെവലപ്പ് ചെയ്യുന്നത് തുടരുക. അത് പൂർണ്ണമായ പെനട്രേഷനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ആവശ്യമുള്ള പെനട്രേഷൻ കൈവരിക്കുമ്പോൾ ഫില്ലർ മെറ്റൽ ചേർത്ത് തുടങ്ങുക. മുകളിലേക്ക് വെൽഡിംഗ് തുടരുക. ജോയിന്റിന്റെ രണ്ടറ്റങ്ങളുടെയും ഫ്യൂഷൻ ഉറപ്പാക്കാൻ ഗ്ലോ പൈപ്പിൽ ഒരു ചെറിയ സൈഡ് ടു സൈഡ് വേവിംഗ് മോഷൻ ഉപയോഗിക്കുക. നല്ല പ്രൊഫൈലും രൂപവുമുള്ള ഒരു ഇരട്ട ബീഡ് സൃഷ്ടിക്കാൻ ഫില്ലർ മെറ്റൽ ചേർക്കുക. ക്രാറ്റർ ഫില്ലായിട്ടുണ്ടെന്ന് ഉറപ്പാക്കി ജോയിന്റിന്റെ മുകളിൽ എത്തുമ്പോൾ വെൽഡ് അവസാനിപ്പിക്കുക. 0.5 മില്ലിമീറ്റർ ആഴത്തിലും 0.5 മുതൽ 1 മില്ലിമീറ്റർ വരെ റീഇൻഫോഴ്സ്മെന്റിലും റൂട്ട് പെനട്രേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക. പൂർണ്ണമായ പെനട്രേഷൻ നേടാനായി രണ്ട് മെറ്റലുകളുടെയും അരികുകൾ തുല്യമായി ഉരുകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ജോയിന്റിന്റെ അവസാനത്തിൽ ആവശ്യമുള്ള ഫില്ലർ മെറ്റൽ ചേർത്ത് ക്രാറ്റർ നിറയ്ക്കുക. ഫ്ലെക്ചറിൽ നിന്നും ജോബ് റിമൂവ് ചെയ്യാൻ ടോങ്സ് ഉപയോഗിക്കുക. സർഫസ് ഡിഫക്ട്സുകളും റൂട്ട് പെനട്രേഷനും അറിയാൻ പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് വെർട്ടിക്കൽ പൊസിഷനിൽ 2 mm കട്ടിയുള്ള MS ഷീറ്റിൽ സ്ക്വയർ ബഡ് ജോയിന്റ് ചെയ്യുന്നതിന് പിൻപറ്റേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് നോക്കും. സംരക്ഷിത വസ്ത്രങ്ങൾ ധരിക്കുക. ജോബ് തണുക്കാൻ കാത്തിരിക്കുക. ഫ്ലെക്ചറിൽ നിന്നും ജോബ് റിമൂവ് ചെയ്യാൻ ടോങ്സ് ഉപയോഗിക്കുക. സർഫസ് ഡിവൈസുകളും റൂട്ട് പെനട്രേഷനും അറിയാൻ പരിശോധിക്കുക. ഇനി നമുക്ക് ഡിഫക്ട്സുകൾ നോക്കാം. അണ്ടർകട്ട്, uneven bead profile, burnout,
ലൈറ്റിന്റെ അറ്റം ഉരുകിപ്പോകുന്നു. ഡിസ്റ്റോർഷൻ. improper penetration. ഈ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ നോക്കിയാലോ? 150 mm നീളവും 50 mm വീതിയും 2 mm കനവും അനുസരിച്ച് 2 mm ഷീറ്റ് തയ്യാറാക്കുക. ഒരു റൂട്ട് ഗ്യാപ്പോട് കൂടി വെർട്ടിക്കൽ പൊസിഷനിൽ ജോബ് സെറ്റ് ചെയ്യുക. അപ്വേർഡ് മെത്തേഡിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ജോബ് വെൽഡ് ചെയ്യുക. എന്തെങ്കിലും സർഫേസ് ഡിഫക്റ്റുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം.